சொல்லுங்க பழனி. ஓகே, திருப்பி கூப்பிடுறேன். அங்க சிவகங்கையிலும் மொத்த ஆளுகளும் വയലന്റ് ആച്ചെന്ന് താൻ പളനിവേൽ ഇപ്പൊ സ്വന്നത്. നമുക്കങ്ങ് പോണം സാർ. പോണം നാടാരെ. ഒരാളല്ല 16 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. അതും പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോ വെട്ടേറ്റ്. എനിക്ക് പോണം. ശിവഗംഗയും അവിടുത്തെ ആളുകൾ എനിക്കവരെ കണ്ടേ തീരൂ. ആനാ അങ്ങേ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആക്കാൻ പറയണം തന്റെ പളനിവേലിനോട്. ഇതെല്ലാമേ ഇങ്ങിരുന്ന് കിടച്ച സാർ. നാടാരെ പറഞ്ഞു മനസ്സിലാക്കവരെ. ഞാൻ വന്നിരിക്കുന്നത് നിയമ ലംഘകനായിട്ടല്ല, നിയമപാലകനായിട്ടാണ്. ചെല്. അല്ലേ ഓരെ വന്നില്ലേ? അല്ലയാ சத்தம் போடாத. நான் சொல்றது கேளு. ஐயா நல்ல ஆளு, எல்லாம் சரி பண்ணுவாங்க. அமைதியாயிரு, பிரச்சனை எல்லாம் தீர்த்துடும். ஐயாவை நம்பு. കണ്ണപ്പൻ, മുത്തുവേൽ, ശരവണൻ, പാണ്ഡ്യൻ. സാർ എല്ലാരുമേ പെരിയ ക്രിമിനൽ. എന്നാ സാർ? ഹേയ് ഒന്നുമില്ല നാടാരെ. സാർ ഇവരെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിടണം. എവിടെ നിന്നാണോ പിടിച്ചത് അവിടേക്ക് നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം. എന്നിട്ട് രണ്ടാളും എന്റെ ക്യാബിനിലേക്ക് വരണം. സാർ വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചു കളയണം മനസ്സിൽ നിന്ന്. സാർ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ്. അപ്പൻ മേനൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ. സാർ വാട്ട് ഈസ് ദിസ്? ഇത് വന്ന് പിരമിഡ് പോലെ ഇരിക്കും സാർ. പിരമിഡ് പോലെയല്ല, ദിസ് ഈസ് എ പിരമിഡ്. പക്ഷേ ഇതൊരു സാധാരണ പിരമിഡ് അല്ല. എ മിനിയേച്ചർ ഓഫ് ക്രിമിനലിസം. ക്രിമിനൽ വാഴ്ചയുടെ ഘടനാരൂപം. ഏറ്റവും മുകളിൽ ഒരാൾ ലൈക്ക് ദിസ്, പിന്നെ 2, ശേഷം 4. പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോറും. നാടാർ, താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ 4 പേരില്ലേ, അവർ ഈ താഴത്തെ നിലയിൽപ്പെട്ടവരാണ്. നോ യൂസ്. ഒരു കാര്യമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട്. കണ്ടില്ലേ, അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല, കൊളാപ്സ് ചെയ്തില്ല. ഇതുപോലെയാണ് ക്രിമിനലിസവും. താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത്. പോകുന്തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ, നിറയ്ക്കും അവർ. ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മുകളിലത്തെ ഈ 2 നിരയിൽപ്പെട്ടവർ. സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഒന്നാമനിൽ നിന്ന്. പറയൂ, ആരാണ് ശിവഗംഗയിലെ 16 പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ? ഇയാൾ. Come on, tell me. സാർ ചെട്ടിയാർ. அவங்க வந்து XMB வரதராஜ செட்டியார். Then നമ്മൾ കാണുന്നു ഈ ചെട്ടിയാരെ. என்னையா இது? அது வந்து வர்க்கர்ஸோட ரெஸ்டிங் ரூம். அதெல்லாம் ஒண்ணும் வேணாயா, வெட்டி செலவு. இது ஸ்பெஷல் எக்கனாமிக் ஜோன். இங்க லேபர் ப்ராப்ளம் எல்லாம் ஒண்ணும் வராது. ஏன்னா இது ஏன் இடம். இங்க எவனும் வந்து ஒண்ணும் புடுங்க முடியாது. என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வர பிரசாதையா இது. ஓம் பாஷையில சொல்ல போனா ஸ்பெஷல் எக்கனாமிக் ஜோன். புரியுதா? ஆமா, அது என்ன ரவுண்டா ஒண்ணு இருக்கு? அது பெட்ரூம் சார். ஸ்விம்மிங் பூல் எல்லாம் இருக்கா? இருக்கு சார். இவனுக்கு எதுக்கு நம்ம இடத்துக்கு வராங்க? ஏதாவது உதவி கேட்டு வந்திருப்பாங்களோ? வாங்க 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 வாங்க. வணக்கம் ஐயா. വണക്കം. உட்காருங்க. ഉക്കാരൻ വന്നതല്ല ചെട്ടിയാരെ, പോകാൻ വന്നതാണ്, കൊണ്ടുപോകാൻ. என்னப்பு சொல்றாரு இவரு? சார் அது வந்து நானே சொல்றேன் செட்டியாரே. Your time is up and from now on you are under the law and here I am the law. யோ, அவர் பேசுற இங்கிலீஷ் புரியல, தமிழ்ல கொஞ்சம் விளக்கமா சொல்ல. அது வந்து உங்களை உள்ள தள்ளறதுக்கு. உள்ளயா? சார், நீங்க துப்பாக்கிக்கு தான் தோட்டா வைக்கிறீங்க, நான் கல்லுக்கே தோட்டா வைக்கிறவன். ஏன் இடத்துக்கே வந்து என்னையே தூக்கு வாங்குறீங்க? அடிச்சே கொன்னுடுவேன். கொல்றதுக்கு உரிமை இருந்துருச்சு சிவகங்கால நடந்த சம்பவத்தோட. இப்ப அந்த உரிமை இல்ல உனக்கு. இனிமேல் ரஸ்ட் தான். உள்ள கிளம்பு. டேய் வாங்கடா.
நான் யாருன்னு உனக்கு புரிய வைங்க. ഫുൾ ലോഡിൽ ഇറക്കാൻ സെട്ടിയാറെ இந்த விரல் அழுத்தினா XMP வரதராஜ செட்டியார் எக்ஸ்பயர்ட் என்ன அழுத்தட்டுமா? வேணாம் வேணாம் விட்டு சார் போலாம் சார் போலாம். Done. The next. Who are they? XMLA ബാലശിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ബാലശിംഗം, കൃഷ്ണമൂർത്തി. We are going for them. இதுதான் XMLA ബാലശിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. വൈഗ എന്താ കഴിക്കണ്ടായിരുന്നു? മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ചാൽ ചിലർക്ക് ഇങ്ങനെ. ഇത് അതിന്റെ ഒന്നും അല്ല. നേരത്തെ ഛർദിച്ചു. എനിക്കൊരു സംശയം. ഇവിടെ ഒരു അപ്പൻ മേനോൻ തലപൊക്കി തുടങ്ങിയോ എന്ന്. യെസ്. വൈഗ പറ, എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട്? എനിക്കൊരു ബോൾ വേണം. ടെന്നീസ് ബോൾ. എടി നിന്നെ ഞാൻ അവിടെ നിൽക്കാൻ. ഏയ് വൈഗ, അങ്ങനെ ഓടണ്ട. അപ്പം കണ്ടാവുന്നത് നല്ലതല്ല. വേണ്ട. നമസ്കാരം. ഞങ്ങൾ നാട്ടിൽ നിന്നാ, കേരളത്തിൽ നിന്ന്. ഞങ്ങൾക്ക് അപ്പൻ മേനോനോടൊന്ന് സംസാരിക്കണം. സ്ട്രേറ്റ് ടു ദി പോയിന്റ്. XMB വരദരാജ ചെട്ടിയാർ, XMLA ബാലശിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി, മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻ മേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത്. മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാമ്പിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ മേന്നെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത്. ഡീൽ ഉറപ്പിക്കാൻ, റെഡി ക്യാഷ് കച്ചവടം നടത്തി ദോസ്തിയാവാൻ. എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക്. എത്ര ചോദിച്ചാലും തരും. പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും. ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അബോർട്ട് ചെയ്യണം. ഉദരത്തിൽ വെച്ച് തന്നെ. ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ്, പാടില്ലായിരുന്നു. പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? കൊല്ലണം. കൊന്നു തന്നെ തീർക്കണം. ജീവന്റെ അവകാശം സ്റ്റേറ്റിന്. അത് പഴയ സങ്കല്പം. ഇപ്പൊ അത് നിങ്ങൾക്കാണ്. അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ. ലുക്ക് മിസ്റ്റർ മേനോൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി. ഇതിൽ ദേശഭേദങ്ങളില്ല. നല്ലതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക്. അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ഇന്ത്യ. ദേശഭേദങ്ങളില്ല. കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ. അതും നല്ലത്. ഒരാളും സംശയിക്കില്ല. അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ. ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ്. രാജ്യത്തിന്റെ വികസനം, ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ചോദിച്ചോളൂ, ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത്? അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ. സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുവിറ്റ് നിങ്ങൾ നേടുന്ന കമ്മീഷൻ. സിംഗൂരും നന്ദിഗ്രാമും പിന്നെ ഇപ്പൊ ശിവഗംഗയും. ഒന്നല്ല, 16 കുട്ടികളാണ് അനാഥരായി പോയത്. നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ്. മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം. കാലവുമായി സന്ധി ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ്. ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ.
ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ. കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? അതൊന്നും താൻ അറിയണ്ട. തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു. ഇനിയെല്ലാം വിധി പോലെ വരും. ഞങ്ങളുടെ അല്ല, തന്റെ. കാണാം. കാലം ഇനി അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ. പേടിച്ചു പോയി. ഒന്നുമില്ല വൈകി, അവര് വെറുതെ. വൈക, നീ അകത്തു പോ. വൈക മാറ. விட்டுடு. இந்த சாவடிக்க சொல்ல ஸ்டீஃபன் சார். அரசியல்வாதிங்க கிட்ட விளையாடினா இப்படித்தான் நடக்கும். ஜாக்கிரதை.